ഡൽഹിയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തി. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, ഈ ഭൂചലനം എപ്പോഴാണ് അനുഭവപ്പെട്ടത്? എന്തെങ്കിലും അപകടമോ അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാവിലെ 9:04 ഭൂചലനം അനുഭവപ്പെട്ടത്. ഡൽഹിയിലും അതേപോലെ NCRലും ഭൂചലനം ശക്തമായ രീതിയിൽ അനുഭവപ്പെട്ടു. ഹരിയാനയിലെ ജഞ്ചാർ എന്നാണ് പ്രഭവ കേന്ദ്രമെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്. 4.4 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഡൽഹിയിൽ അനുഭവപ്പെട്ടത്. ഇത് 2025 ഫെബ്രുവരിയിലും 4 റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഡൽഹിയിൽ അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് 4.4 തീവ്രത കുറച്ചും കൂടി രീതിയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. എന്നാൽ ഇത് സംബന്ധിച്ച ഡൽഹിയിൽ ഈ ഭൂചലനം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ജീവാപായം ഉണ്ടാക്കിയിട്ടില്ലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഹരിയാനയെ സംബന്ധിച്ചോളം ഹരിയാനയിൽ നിന്നും ഇത്തരമൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും 24 മണിക്കൂറിനുള്ളിൽ തുടർചലനം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഡൽഹി സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡൽഹിയിലാണെങ്കിൽ കനത്ത ഓറഞ്ച് അലർട്ട്, കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭൂകമ്പ അറിയിപ്പും കൂടി വന്നിരിക്കുന്നത്. 24 മണിക്കൂർ തുടർചലനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഡൽഹി സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിലവിലുള്ള ഭൂകമ്പം തുടർന്ന് ഒരു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ജീവവായോ പരിക്കേൽക്കലോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡൽഹി സർക്കാർ പ്രാഥമികമായി നടത്തിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്.